afternoon. Good afternoon, ma'am. Good afternoon, Mr. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Yes, good afternoon to all. PDF എല്ലാവർക്കും കാണാമോ? Good afternoon. Yes. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അവരല്ലേ പറഞ്ഞത്? അതെ. അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോട്ട് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. പേജ് നമ്പർ 84. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അതിന്റെ നമ്മൾ പഠിച്ചത്? ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ് അല്ലേ? സ്പില്ലേജ് ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്? അത് മൈനർ ആണോ മേജർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? ഇവിടെ ഈ ചാർട്ടിൽ എന്താണ്, രണ്ട് രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. മൈനർ ആവുന്ന സമയത്ത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, മേജർ ആവുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇഫ് മൈനർ, ആദ്യത്തേത് നമുക്ക് നോക്കാം.
മൈനർ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നോട്ടിഫൈ അതേഴ്സ് അല്ലെ, മറ്റുള്ളവരെ അറിയിക്കുക. ദെൻ ആ ഏരിയ എന്ത് ചെയ്തിരിക്കണം? ഐസൊലേറ്റഡ് ഏരിയ ആൻഡ് TP അല്ലെ. നമ്മൾ ആ ഒരു പ്രദേശത്ത് ആദ്യം തന്നെ മറ്റുള്ളവരെ അറിയിച്ചതിന് ശേഷം ആ ഒരു ഏരിയ ഒഴിപ്പിക്കുക. പിന്നെ എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ TP ധരിക്കുക. Then control spill of liquid by contains use acid or alkali and place absorbent pads. നമ്മുടെ അടുത്ത പ്രോസസ് എന്താണ്? സ്പില്ല് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അബ്സോർബന്റ് ആയിട്ട് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആസിഡോ അൽക്കലോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അബ്സോർബന്റ് പാഡ്സോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ആ സ്പില്ല് നമ്മൾ കൺട്രോൾ ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം? എല്ലാ റൂൾസ് പ്രകാരം നമ്മളത് ഡിസ്കാർഡ് അല്ലെ, സ്റ്റേറ്റ് ഫെഡറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ. ദെൻ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ അല്ലെ. ഏതെങ്കിലും ഒരു സിന്തറ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റ് ഇൻസിഡന്റ് ഫോംസുകൾ തയ്യാറാക്കുക. അതായത് നമ്മുടെ റിപ്പോർട്ട്സിലെ എല്ലാ മാനേജ്മെന്റിന് ശേഷം നമ്മൾ എന്താ പഠിച്ചത്? എല്ലാ മാനേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ്? റിപ്പോർട്ട് സ്കിൽ എന്നൊരു ഭാഗം പഠിച്ചു നോക്കുന്നുണ്ടാവും. അതായത് ആ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് ഫോംസ് തയ്യാറാക്കുക. അതായത് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് അതിൽ ഉണ്ടായിരിക്കും, ഏത് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു ഫോമുല റിപ്പോർട്ട്സിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ്? ഇഫ് മൈനർ അല്ലെ. അതായത് ഈ ഒരു കെമിക്കൽ സ്പില്ലേജ് മൈനർ ആവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിലോ ഫസ്റ്റ് മെത്തേഡ് എന്താണ്? Immediately notify others, compressing of safety officers. നമ്മൾ എത്രയും പെട്ടെന്ന് എന്താണ്? എമർജൻസി സർവീസിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിവരം അറിയിക്കുക, സേഫ്റ്റി ഓഫീസറിനെ നോട്ടിഫൈ ചെയ്യുക. ഓക്കെ. ഉടനെ തന്നെ എന്താണ്? ആ ഒരു പ്രദേശം നമ്മൾ ഒഴിപ്പിക്കുക, എടുത്ത ഏരിയ. ദെൻ പ്രിവെന്റ് others from entering the area. മറ്റുള്ളവരൊന്നും തന്നെ എന്താണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. സ്ട്രിക്റ്റ്ലി നമ്മൾ അവിടെ ആ ഒരു ഏരിയയിലേക്ക് മറ്റുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുക. ഓക്കെ. യെസ്. Then watch for fire if flammable chemical and managed properly. ഇനിയിപ്പോ കെമിക്കൽ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ചിലപ്പോൾ അഗ്നിജ്വാലയൊക്കെ ഉണ്ടാവില്ല, ഇതിലൊരു നല്ല രീതിയിലൊരു തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ചിലപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽസ് വഴി എന്താണ് തീ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ അത്തരം സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കണം അതിനെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ. ഏതെങ്കിലും രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട് എന്താണ് എന്തെങ്കിലും തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ, അത് കത്തിപ്പെടാനൊക്കെ സാധ്യത. അപ്പോൾ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ പഠിച്ചത് കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലോചാർട്ടാണ്. രണ്ട് രീതിയിൽ പഠിച്ചു. കെമിക്കൽ സ്പില്ലേജ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാമോ? ഫ്ലോചാർട്ട് ഒന്ന് വായിച്ചു നോക്കൂ. ഫ്ലോചാർട്ട് ഇമ്പോർട്ടന്റ് ആണോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് മേജർ ആണെങ്കിൽ ഏതൊക്കെ റൂൾസ് ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, മൈനർ ആണെങ്കിൽ എങ്ങനെയാന്നുള്ള ചിലപ്പോൾ ചോദിച്ചാലോ? ജസ്റ്റ് ഒന്ന് നോക്കിയാലേ പെട്ടെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്നാലും ഒന്ന് നോക്കിയാൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നില്ല, എന്നാലും എല്ലാ പ്രൊസീജിയേഴ്സിനും ആദ്യം ചോദിക്കുന്നത് ചിലപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ മിക്കവാറും ചോദിക്കാറുള്ളൂ. ഓക്കെ. ഇനി ചോദിച്ച എഴുതാലോ? ഒന്ന് ജസ്റ്റ് നോക്കിയേ കേട്ടോ, എളുപ്പമല്ലേ അത്? യെസ്, ക്ലിയർ ആണല്ലോ കെമിക്കൽ സ്പില്ലേജ്? നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അടുത്ത ടൈപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Radioactive spill can be dangerous to human health
and the environment. Steps to be taken for managing radioactive spillage waste. Okay, നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം മെർക്കുറീസ് പോലെ തന്നെ എന്താണ് റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റസും മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ ദോഷകരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സുകളാണ് നമ്മൾ നോക്കുന്നത്. Okay, first of all, evacuate the area. If the spill is notable, evacuate the area and call emergency services. Okay, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആ ഒരു പ്രദേശം നമ്മൾ ഒഴിപ്പിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസസിന് വിവരം അറിയിക്കുക. Then അതുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എല്ലാത്തരം പേഴ്സൺ ആക്ട് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്തിരിക്കണം അല്ലെ. പ്രത്യേകിച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും PPE വെയർ ചെയ്യാം. എന്തൊക്കെയാണ്? ഗ്ലൗസ്, കൂപ്പേഴ്സ്, respirators before going to the spill to avoid connection with the radioactive material and prevent it. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ധരിച്ചിരിക്കണം? PPE ധരിച്ചിട്ടായിരിക്കണം ഈ ഒരു റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ടുള്ള കോൺടാക്ട് വരാനായിട്ട്. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക അല്ലെ. Use absorbent materials like sand or absorbent pads to contain the spill and prevent it from spreading. Put the material in a labeled radioactive waste bag and discard a disposal. Okay. Yes. നമ്മൾ ഇനി ഈ സ്പില്ല് റേഡിയോആക്റ്റീവ് സ്പില്ലേജ് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? കൊണ്ടില്ലെങ്കിൽ അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം. അതായത് അബ്സോർബന്റ് പാഡ്സുകൾ മാത്രമല്ല, നമ്മൾ അവിടെ സാൻഡ് ഉപയോഗിക്കുന്നത്. മണലില്ലേ, മണൽ. യെസ്, അതും എന്താണ് പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരം മെറ്റീരിയൽസുകൾ ആഗിരണം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിനകത്ത് തന്നെ സാൻഡ് ഉപയോഗിക്കും, മണൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ആ മെറ്റീരിയൽസ് സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ തുടച്ചു മാറ്റുന്നു. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്? ലേബൽ ചെയ്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിൽ മാത്രമാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ സ്പില്ല് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അപ്പൊ നമ്മൾ സ്പില്ല് കണ്ടെയ്ൻ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യണം അല്ലെ. Clean up the spill. Use suitable spill kits to other the manufacturer's directives for the proper use of absorbent materials to clean up the spill. Cautious not to spread the radioactive materials during cleanup. ഇനി ഏതാണ്? ഒരു ആപ്റ്റ് ആയിട്ടുള്ള സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെ. അതായത് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് സ്പ്രെഡ് ആവാത്ത രീതിയിൽ എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ക്ലീൻ ചെയ്തതിനു ശേഷം ഈ എല്ലാ വേസ്റ്റസുകളും നമുക്ക് ഡിസ്പോസ് ചെയ്യണം അല്ലെ. All materials that come into contact with radioactive materials should be discarded as radioactive waste and labeled bags or containers. Follow local, state and federal regulations for the disposal of radioactive waste. ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടത്? എല്ലാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായി സമ്പർക്കമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് നീക്കം ചെയ്യുക. നീക്കം ചെയ്യേണ്ടത് എങ്ങനെയാണ്? എല്ലാത്തരം ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് മാത്രം നമ്മൾക്ക് ഡിസ്പോസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ റേസ് ചെയ്യുക അല്ലെ. റിപ്പോർട്ട് സ്പിൽ ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ കൺസേൺ സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണ്ടി ഈ പറഞ്ഞ പ്രൊസീജിയർ അടങ്ങിയിരിക്കുന്ന എല്ലാത്തരം റിപ്പോർട്ട്സുകളും തയ്യാറാക്കും. ഓക്കെ, ഇതാണ് റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സുകൾ. നമ്മൾ നേരത്തെ പഠിച്ച പ്രോസസ്സുകൾ അതേ സെയിം തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് നമ്മൾ ഈ മെറ്റീരിയൽസ് മാറ്റുന്നത് ലേബൽ ചെയ്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്ക് മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് പറ്റില്ല അതിൽ കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അതുകൊണ്ട് പറയണ്ടല്ലോ ഇതിനെ. നമ്മൾ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ തന്നെയല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് ടൈപ്പ് ഏതാണ്? അടുത്ത ടൈപ്പ് ഏതാണ്? സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ലബോറട്ടറി ഏരിയയിലെ സ്പിൽസ് ആണ്. അല്ലെങ്കിൽ ഇവിടെ മൈക്രോബയൽ കൾച്ചർ എന്ന് പറയുന്നുണ്ട്. എന്താണ് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ നിയന്ത്രിത സാഹചര്യത്തിൽ സൂക്ഷ്മജീവികളെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോബയൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തുന്നത്? ഇന്ന് ലബോറട്ടറി ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കൊടുത്ത് ബാക്ടീരിയ, ഫംഗസിനെയൊക്കെ തുടങ്ങിയ സൂക്ഷ്മജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്രിമമായിട്ട് വളർത്തുന്ന ഒരു പ്രക്രിയയാണ് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, വളരെ നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ സൂക്ഷ്മജീവികളെ വളർത്തുന്ന ഒരു പ്രക്രിയയാണെന്ത് മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അത്? ഇതിന് വേണ്ടിയിട്ടാണ് പല പല റിസർച്ച് പർപ്പസസിനും അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് സൂക്ഷ്മജീവികളെ വളർത്തുന്നത് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ എന്താണ് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ പലതരത്തിലുള്ള സ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഈ ലബോറട്ടറി സ്പില്ലേജ് വേസ്റ്റസ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കുന്നത് കേട്ടോ. യൂസ് PPE. നമുക്കറിയാലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ലാബ് കോട്ട്, chemical resistant gloves, safety glasses and mask. Notify all persons in immediate area and vacate the area. Okay, ഇവിടെ ഉപയോഗിക്കുന്ന PPE എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലാബ് കോട്ട് ഉണ്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസസ് ഉണ്ട്, സേഫ്റ്റി ഗ്ലാസസും മാസ്കുകളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ടും ധരിക്കുക. എന്താണ് എത്രയും പെട്ടെന്ന് ആ ഒരു ഏരിയ നമ്മളെ വെക്കേറ്റ് ചെയ്യണം. Then cover the spill. അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പില്ല് കവർ ചെയ്യുക. സെർവൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് കവർ ചെയ്യാൻ പോകുന്നു. അപ്പൊ കവർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഈ മെറ്റീരിയൽസ് നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കുക. അതായത് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കില്ലേ, നനയ്ക്കാനൊക്കെ മുക്കി വെക്കില്ലേ നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്. നമ്മളിപ്പോ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ടൊക്കെ എന്താണ് സോപ്പ് പൊടിയൊക്കെ അല്ലെങ്കിൽ ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാറില്ലേ? സെയിം പ്രോസസ് തന്നെ ഇവിടെ. ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണത്? സോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നനച്ചു വെക്കുക. ഏത് ഡിസിൻഫെക്ടന്റ് ആണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നമ്മളത് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? ലബോറട്ടറിയിലെ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ മാത്രമല്ല, ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറൈഡ്, 80% എത്തനോൾ. ഓക്കെ, അതായത് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ അതിൽ 1% ക്ലോറിനും 80% എന്താണ്? എത്തനോൾ ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം അത് ഡിസിൻഫെക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഒരു 10 to 30 മിനിറ്റ്സ് അത് ലിവ് ചെയ്യും. ഓക്കെ, 10 to 30 മിനിറ്റ്സ് നമ്മൾ അത് എന്ത് ചെയ്യും? ഇതിന് ലിവ് ചെയ്യാനായിട്ട് തുറക്കാം. യെസ്, തുറക്കാം കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കണേ. ടീച്ചർ പോരാ, തുറക്കാം. ഓക്കെ, യെസ്. ഇപ്പോ നമ്മൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് 10 to 30 മിനിറ്റ്സ് വരെ എന്താണ് അതങ്ങനെ ലിവ് ചെയ്ത് വിടുക. അതിനുശേഷം ആ ഏരിയ നല്ല രീതിയിൽ ഒന്ന് ഏതെങ്കിലും ഡിസിൻഫെക്ട് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി നമ്മൾ അത് എന്ത് ചെയ്യണം? ആ ഏരിയ നന്നായിട്ട് റബ് ചെയ്യുക. ഓക്കെ, റബ് ചെയ്തതിനു ശേഷം എന്താണ്? Clean up the spill and disinfect solution and shift all polluted material to an appropriate waste container. നമ്മൾ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം തന്നെ ഏത് വേസ്റ്റ് കണ്ടെയ്നറിലേക്കാണോ നീക്കം ചെയ്യേണ്ടത് അതിലേക്ക് കൃത്യമായ രീതിയിൽ തന്നെ നീക്കുക. ഓക്കെ, അതിനുശേഷം if the spillage is huge or include an extremely infectious microorganism, cabinet may need to be decontaminated with formaldehyde gas by qualified staff before further use phrase incident forms. Okay, അത് അവിടെ നിൽക്കട്ടെ കേട്ടോ, ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ അനുയോജ്യമായിട്ടുള്ള PPE ധരിക്കുക. ദെൻ ആ ഏരിയ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു സ്പിൽ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഡിസിൻഫെക്ട് ഉപയോഗിച്ചുള്ളത് ഡ്രെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ഹൈപ്പർ ക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ 1% അവൈലബിൾ ക്ലോറിനും 80% എത്തനോൾ ഉപയോഗിച്ചിട്ടാണ് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസിൻഫെക്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? നമ്മളൊരു 10 to 30 മിനിറ്റ്സ് അതിനെ ലീവ് ചെയ്യാൻ വിടുന്നു. അതിനുശേഷം ആ ഏരിയ ഏതെങ്കിലും ഡിസിൻഫെക്ട് സൊല്യൂഷനോ ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ്? ഈ മെറ്റീരിയൽസ് എല്ലാം ഏത് കണ്ടെയ്നറിലാണോ ഏത് ബാഗിലാണോ എന്ന് വെച്ചാൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. ഓക്കെ, അവിടെ വരെയാണ് ആ പ്രോസസ്സ് വരുന്നത്. ഇനി ഈ ലബോറട്ടറി സ്പില്ലേജ് അത്യാവശ്യം ഹ്യൂജ് ആണെങ്കിൽ, ഇഫ് ദ സ്പില്ലേജ് ഈസ് ഹ്യൂജ്, അത് അത്യാവശ്യം വലുതാണെങ്കിൽ
കാരണം ഇതിൽ അത്യാവശ്യം ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതായത് വലിയൊരു സ്പില്ലാണെങ്കിൽ അത്യാവശ്യം എന്താണ് സൂക്ഷ്മജീവികൾ ഇൻഫെക്ട് ആയിട്ടുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ ആ ക്യാബിനറ്റുകളല്ലേ ലബോറട്ടറിയിലുള്ള ക്യാബിനറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ ഒന്നുകൂടി റീകണ്ടാവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കൊണ്ട് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഏത് ഗ്യാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൊണ്ട് എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ നമ്മൾ ഡീകണ്ടാമിനേറ്റ്, അതായത് ലാബിനകത്തുള്ള ക്യാബിനറ്റ്സുകൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ എന്താണ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ ഇൻസിഡന്റ് ഫോംസുകൾ തയ്യാറാക്കുക. ഓക്കെ, ഇതാണ് സ്പില്ല് ലബോറട്ടറി ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? യെസ്, ഇവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ പേര് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലബോറട്ടറി സ്പില്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ 80% ഓഫ് എത്തനോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ ക്യാബിനറ്റ് ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഗ്യാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആണ് കേട്ടോ. ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ 7ാമത്തെ ടൈപ്പ് ആണ് പഠിക്കുന്നത്. 7 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞതിൽ 7ാമത്തെ ടൈപ്പ് ഏതാണ്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്റ്റെപ്സ് ടു ദ ടേക്കൺ ഫോർ മാനേജിംഗ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ്. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്? സെയിം, നമ്മൾ ഉദ്ദേശിച്ച സെയിം തന്നെയാണ്. Use personal protective equipment. Person should use suitable PPE like gloves, goggles, respirators before going to the spill to prevent contact with dangerous substance. Okay, പറയാലോ, നിർബന്ധമായി PPE വെയർ ചെയ്യുക. സ്പില്ല് കണ്ടെയ്ൻ ചെയ്യേണ്ടത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ആപ്റ്റ് ആയിട്ടുള്ള അബ്സോർബ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ അതിനെ ആ മെറ്റീരിയൽസിനെ കണ്ടെയ്ൻ ചെയ്തെടുക്കുക. അതൊരു ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡസ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ അതിനെ ഡിസ്പോസ് ചെയ്യുക. അതിനുശേഷം ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യുക അല്ലെ. അതായത് എല്ലാത്തരം നമ്മൾ ഏത് സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കുന്നെങ്കിലും, ഏത് സൊല്യൂഷൻ ഉപയോഗിക്കുന്നതാണ് എല്ലാത്തരം ഡയറക്ഷൻസ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ സൊല്യൂഷൻസ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ജാഗ്രതയോട് കൂടി തന്നെ ആയിരിക്കണം ഏതുതരം അണുനാശിനികളാണെങ്കിലും നമ്മളോട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, യെസ്. അതിനുശേഷം അതെന്താണ്, കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യുക. ദെൻ ക്ലീൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡിസ്പോസ് ചെയ്യണം അല്ലെ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് സമ്പർക്കം വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം, ഹസാർഡസ് ആയിട്ടുള്ള ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് നീക്കം ചെയ്യുക. നീക്കം ചെയ്യേണ്ടത് എന്തിന്റെ റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം? ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഹസാർഡസ് ആയിട്ടുള്ള ഇത്തരം വേസ്റ്റ്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക. റിപ്പോർട്ട് സ്പിൽ ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ കൺസേൺ പേഴ്സൺ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, മനസ്സിലായോ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണെന്ന് മാനേജ്മെന്റ്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? അത് വായിച്ചു നോക്കൂ. വീണ്ടും മനസ്സിലായോ എന്ന് ചോദിക്കുന്നതേ, നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേർക്ക് ഇത് അറിയാൻ പറ്റും, അറിയാവുന്നവരുണ്ടാവും. പക്ഷെ കുറച്ച് പേര് ഇതൊരു ടച്ച് ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് വീണ്ടും ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോ എളുപ്പമാണല്ലോ ഇത്രയും വരെ ഭാഗങ്ങൾ പഠിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ 7 ടൈപ്സ് ആണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചത്. 7 ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ആണ്. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ, ലബോറട്ടറി സ്പില്ല്, റേഡിയോ ആക്റ്റീവ് സ്പില്ല്, കെമിക്കൽ സ്പില്ല്, ദെൻ ഇതായിരുന്നു ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്.
ഓക്കെ, അങ്ങനെ 7 ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ടൈപ്സുകൾ നന്നായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക ഏതൊക്കെ സൊല്യൂഷൻസ് ആണ് ഓരോ വേസ്റ്റ് മാനേജ്മെന്റിന് നമ്മൾ ഉപയോഗിച്ചതെന്നായിരിക്കണം നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ 7 ടൈപ്സും പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് പഠിക്കുന്നത് എന്താണ്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ? ആർക്കാണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അല്ലെ? യെസ്. അതായത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതിന്റെ പ്രക്രിയകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് അത് നീക്കം ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ പ്രൊസീജിയേഴ്സും റൂൾസും റെഗുലേഷൻസ് ഒക്കെ കുറിച്ചിട്ട് അവർക്ക് നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ രീതിയിലെന്നാണ് നമ്മളിനി പഠിക്കുന്നത് കേട്ടോ. Here are some important aspects of training and education for spillage waste management in hospitals. Okay. First one endana identification of spillage waste. First of all, endana identification of spillage waste. Proper training should be given to the health workers to identify various types of spillage waste and the related risk and danger. Appo first namukku idhu training kodukkunninte bhagamayitte aadham nammal kodukkunna endana ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നമ്മളിപ്പോ 7 ടൈപ്പ് പഠിച്ചില്ലേ? അപ്പൊ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 7 ടൈപ്സിനെ കുറിച്ച് അവർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, മാത്രമല്ല ഏത് ടൈപ്പ് ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണം. അതിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് അല്ലെ, എന്തൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതിലുണ്ടെന്നുള്ളത് ആദ്യം അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അതേത് തരം ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് തിരിച്ചറിയണം. ഓക്കെ, യെസ്. എന്നിട്ട് മാത്രമായിരിക്കണം നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് വരേണ്ടത്. ഓക്കെ, അപ്പോ ട്രെയിനിങ് കൊടുക്കുന്നതിന് ആദ്യ ഭാഗമായിട്ടുള്ള ആദ്യ പ്രൊസീജിയർ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് എന്ന പ്രോസസ് ആണ് അല്ലെ. ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേരിയസ് ടൈപ്സ് ഉള്ള സ്പില്ലേജസ് എന്നത് ഏതാണെന്ന് അവർക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റണം. മാത്രമല്ല അതിന് എന്തൊക്കെ റിസ്ക് കാര്യങ്ങൾ ഉണ്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കണം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള പരിശീലനങ്ങൾ, അത് തിരിച്ചറിയാനും അത് ഇത് ടൈപ്സ് ആണെന്നുള്ള പരിശീലനങ്ങൾ വ്യക്തമായ രീതിയിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ലഭ്യമായിരിക്കണം. ഓക്കെ, മനസ്സിലായോ ആദ്യത്തെ സ്റ്റെപ്പ്? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്പില്ല് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് അല്ലെ. ഹാൻഡിൽ ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് ആദ്യം തിരിച്ചറിയുക. Proper training should be given to the health workers handling and disposal procedure for each type of spillage waste. This consists of the use of personal protective equipment, containment of the spill and proper disposal of waste. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? അതെങ്ങനെയാണ് ഏത് തരം വേസ്റ്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, റേഡിയോ ആക്റ്റീവ് ആണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഇവിടെ നമ്മൾ ഏതൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്നത്, ഏതൊക്കെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, ഏത് വേസ്റ്റ് ബാഗിലേക്കാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന വ്യക്തമായ രീതിയിലുള്ള അവയർനെസ് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്തത് എന്താണ്? റെസ്പോൺസ് പ്ലാൻ. അടുത്തത് റെസ്പോൺസ് പ്ലാൻ ആണ്. Hospital must maintain a response plan in place for spillage incident. Healthcare workers should be given training in the steps of the response plan that includes who to contact, how to contain the spill, and how to clear and discard the waste. അടുത്തത് റെസ്പോൺസ് പ്ലാൻ ആണ് അല്ലെ. ഇതിനെ കുറിച്ചിട്ടാണ് ഈ റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത്. അത് ഏത് തരം ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, അതിലെങ്ങനെയാണ് നമ്മൾ അതിലെങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് എങ്ങനെയാണ് ആ വേസ്റ്റസ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അതായത് ഇത്രയേ ഉള്ളൂ. ഏത് ടൈപ്പ് ആണെങ്കിലും അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് സമ്പർക്കം വരേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ 7 ടൈപ്സ് പഠിച്ചിട്ട് 7 വ്യത്യസ്ത രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോന്നിനും എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള വ്യക്തമായ രീതിയിൽ അവയർനെസ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ.
Communication is necessary for successful spillage-based management. Proper training should be given to health workers to communicate effectively with each other and with other departments like environmental service to make sure that spillage waste is properly handled and discarded. ഇവിടെ അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന മറ്റൊന്നാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സക്സസ്ഫുൾ സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, അത് മാനേജ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ആശയവിനിമയമോട് ആവശ്യമാണ് അല്ലെ. അതായത് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എന്താണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുന്നത് അല്ലെ. അപ്പൊ അതിനാൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ ഏത് രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ സർവീസസ് പോലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത് അല്ലെങ്കിൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ പ്രോപ്പർ മെത്തേഡ്സുകളൊക്കെ കുറച്ചുകൂടി നമ്മൾ എന്താണ് സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതികളും ആ മെത്തേഡ്സിലൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സമയത്താണ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായ രീതിയിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്, മനസ്സിലായോ കമ്മ്യൂണിക്കേഷൻ? ഒരു വിജയകരമായിട്ടുള്ള മാലിന്യം സംസ്കരിക്കുന്നതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തിനുള്ള പരിശീലനങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്? നമ്മളെല്ലാ ടൈപ്സ് പഠിച്ചത് ലാസ്റ്റ് ഒരു ഭാഗം പഠിച്ചു. നമ്മള് എല്ലാ ടൈപ്സ് വേസ്റ്റ് മാനേജ്മെന്റ് ലാസ്റ്റ് ഭാഗം പഠിച്ചത് എന്തായിരുന്നു? നമ്മള് എന്തായിരുന്നു പഠിച്ചത് പിള്ളേരെ? എന്താ പഠിച്ചത്? റിപ്പോർട്ട് അല്ലെ. യെസ്. അപ്പോ ഏത് സ്റ്റാഫ് ആണെങ്കിലും ഏത് തരം ടൈപ്പ് ആണെങ്കിലും അതിനെ കുറിച്ചിട്ട് അവർക്ക് റിപ്പോർട്ട്സ് തയ്യാറാക്കാനായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. യെസ്. നോക്കാം, റെക്കോർഡ് കീപ്പിംഗ്. Enough training given to the health workers in record keeping. Procedure for incident reports എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അവർക്ക് കൊടുക്കുക അല്ലെ. This consists of documentation of the spill, the kind of waste, the handling disposal procedure used, any follow-up and action taken. Okay. റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഫോംസുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്, ഏത് മെത്തേഡാണ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്, അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ആ ഒരു ഇൻസിഡന്റ് ഫോംസ് അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്. Then last step എന്ന് പറയുന്നത് എന്താണ്? Ongoing education. Ongoing education. Spillage waste management training should be continuous and modernized to reflect changes in procedures, regulations and best practices. എന്താണ് ongoing education എന്ന് പറയുന്നത്? Ongoing education നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ഈ ഹെൽത്ത് വർക്കേഴ്സിന് ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം മാത്രം. പിന്നീട് ഇതിനുള്ള റെപ്യൂട്ടേഷനോ ഫോളോ അപ്പോ വേണ്ടേ? വേണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവർക്ക് ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അതായത് മാലിന്യ സംസ്കരണത്തിന് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ എന്തെടുക്കണം, അതിന് ഫോളോ അപ്പ് എന്ന രീതിയിൽ പോലെ തന്നെ അവർക്ക് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സും ഓരോ പ്രാവശ്യം അപ്ഡേറ്റഡ് ആവുന്നുണ്ട് അല്ലെ. ഇപ്പൊ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതില് പുത്തൻ പ്രവണതകൾ, പുതിയ ട്രെൻഡുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. വേസ്റ്റസുകൾ നമ്മൾ കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ ട്രെൻഡുകളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് വ്യത്യസ്ത രീതികൾ ചിലപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ പ്രൊസീജിയറുകളൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും പുതിയ അപ്ഡേഷൻ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് നിരന്തരമായിട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, വേസ്റ്റ് ഹാൻഡ്ലിംഗ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർച്ചയായ രീതിയിലുള്ള വിദ്യാഭ്യാസം ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുകൂടി നമ്മൾ എന്താണ് അത്തരം നടപടികളും ഈ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, യെസ്. ഈ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഒന്നുകൂടി പറയാം. നമ്മൾ പറഞ്ഞ എന്താണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് പഠിച്ചത് അല്ലെ.
ഫസ്റ്റ് വൺ എന്താണ്, ഏത് തരം സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ അതിന് എന്തൊക്കെ റിസ്കുകൾ റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് അറിയണം അല്ലെ. പിന്നെ അതിന്റെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ അതിനുമായി ബന്ധപ്പെട്ട് റെസ്പോൺസ് പ്ലാൻ എങ്ങനെയായിരിക്കണം, അതെങ്ങനെ അതിനെങ്ങനെ കോൺടാക്ട് ചെയ്യണം, അതിനെങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം, എങ്ങനെ അതിനെ ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുക. ദെൻ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള എന്താണ് പ്രത്യേകിച്ച് അതർ ഡിപ്പാർട്ട്മെന്റ്സും അത് എൻവയോൺമെന്റൽ സർവീസ് പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് എങ്ങനെയായിരിക്കണം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്സ് കൊടുക്കുക. റെക്കോർഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻസിഡന്റ് ഫോംസുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എഫക്റ്റീവ് ആയിട്ട് ഇത്തരം ട്രെയിനിങ് മെത്തേഡ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നോക്കാം. Effective training and education for spillage waste management will minimize the risk and hazards related with the spillage waste in hospitals and make sure that safety of healthcare workers, patients and environment. ഓക്കെ, നമ്മൾ ഈ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരം വേസ്റ്റുകൾ നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യാനായിട്ടും പ്രത്യേകിച്ച് ആ സ്പില്ലേജ് വേസ്റ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ റിസ്കുകളും എല്ലാ അപകട സാധ്യതകളും ഒഴിവാക്കാനായിട്ടും സാധിക്കും. മാത്രമല്ല പേഷ്യൻസിനെയും ഹോസ്പിറ്റലിനെയും നമ്മുടെ എൻവയോൺമെന്റിന്റെ നല്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ഇത്തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ്സുകൾ സഹായകരമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നത് വഴി പേഷ്യൻസിനും അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽസിനും എൻവയോൺമെന്റിനും ഒരേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന രീതിയിലാണ് ഇത്തരം മെത്തേഡ്സുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അവരെല്ലാം സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് ഇത്തരം രീതിയിലുള്ള പ്രോഗ്രാംസിൽ കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, ഒന്നും കൂടി വായിച്ചു നോക്കാമോ? ഒന്നെല്ലാം കൂടി ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നത് regulatory framework and compliance for spillage waste management. Regulatory framework and compliance for spillage waste management. Okay. So frameworks എന്ന് പറയുന്നത് എന്താണ്? ഫ്രെയിംവർക്സ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഫ്രെയിംവർക്സ് നമ്മൾ ചട്ടക്കൂട് എന്നൊക്കെ പറയും അല്ലെ. അതായത് നമ്മൾ ഓരോ ഭാഗത്തും 7 ടൈപ്സ് പഠിച്ചതിന്റെ ഇടയിൽ ഒരു പോർഷൻ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ച എന്താണ്? വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലോസുകൾ പാലിക്കണമെന്ന്, അതനുസരിച്ചിട്ട് മാത്രമേ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പഠിച്ചില്ലേ അല്ലേ? യെസ്.
അതായത് ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകൾ ഈ ഫ്രെയിംവർക്സിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നുണ്ടോ? ആ പറഞ്ഞിരിക്കുന്ന റൂൾസുകളും ലോസും അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വേസ്റ്റ്സുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നും വ്യക്തമായിട്ട് അത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതൊക്കെ പാലിക്കാൻ, സ്പേസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള ഡയറക്ഷൻസ് ആണ് നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്. Spillage waste management in hospitals is based on a regulatory framework which aims ensuring in compliance with environmental and public health directive. Here are some important features and aspects of the regulatory framework and compliance for spillage waste management. Okay, നമ്മൾ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളത് ഉറപ്പുവരുത്തുന്നത്, അല്ലെ? അപ്പൊ അത് നിർബന്ധമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പാലിക്കാത്ത പക്ഷം ഹോസ്പിറ്റൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരാം, അല്ലെ? ഹോസ്പിറ്റലിൽ മാത്രമല്ല പേഷ്യൻസിനും എൻവയോൺമെന്റിനും ഒരേപോലെ തന്നെ അത് അപകടമായേക്കാം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡയറക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അതോറിറ്റിയുടെ കീഴിൽ അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ആക്ടുകളൊക്കെ പറയുന്നു. ആക്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ വേസ്റ്റ്സുകൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ വന്ന ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ് ഇവിടെ പറയുന്നത് നോക്കാം. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste that includes spillage waste. Okay. Example consists of the Resource Conservation and Recovery Act (RCRA) and the Occupational Safety and Health Administration and Bloodborne Pathogen Standard Act. Okay. For federal and state regulations പ്രകാരം നമ്മൾ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകളും അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റസുകളും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ ആക്ട് അതിന്റെ എക്സാമ്പിൾസ് 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് പ്രകാരമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള 3 ആക്ടുകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിസോഴ്സ് കൺസർവേഷൻ റിക്കവറി ആക്ട് RCRA. അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസിന്റെ കീഴിൽ വരുന്ന ആക്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതിന്റെ എക്സ്പാൻഷനും പഠിക്കണം കേട്ടോ. RCRA സ്റ്റാൻഡ് ഫോർ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണത്? റിസോഴ്സ് കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? റിസോഴ്സ് കൺസേർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്കവറി ആക്ട് ആണ് അതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ആക്ട് ആണ് എന്ത്? ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ OSHA. ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ സ്റ്റാഫുകളെ കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനും സ്റ്റാഫുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ആക്ടുകളാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് Health Administration Act. Then Bloodborne Pathogen Standard Act. ഇതാണ് next one, Bloodborne Pathogen Standard. മൂന്ന് ആക്ടുകളുടെ പേരുകൾ ഒന്ന് നോക്കണേ. ഇവിടെ ബ്ലഡ്ബോൺ പതോജൻ സ്റ്റാൻഡേർഡ് എന്ന ആക്ട് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഏത് സ്പില്ലേജ് വേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും? രക്തത്തിലൂടെ പകരുന്ന ഈ രോഗകാരിയുടെ നിയമം അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ഏതുമായി ബന്ധപ്പെട്ടതായിരിക്കും? നമ്മൾ പഠിച്ച 7 ടൈപ്സിൽ ഏത് ടൈപ്പ് ആയിരിക്കും?
ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട് അതില്? ഒന്ന് ലാബ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സും ലാബുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് പ്രകാരം നമ്മൾ പ്രധാനമായിട്ടും ഡേഞ്ചറസ് വേസ്റ്റസുകളും സ്പില്ലേജ് വേസ്റ്റസ് ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് ആണ്. അതിന് കീഴിൽ വരുന്ന 3 ആക്ടുകളാണ് എന്ത്? RCR, OSH ആണ് ബ്ലഡ് ബോൺ പതോജൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, യെസ്. അതായത് ഇത് നമ്മൾ HIV പോലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ, ബ്ലഡ് ബോൺ പതോജൻ സ്റ്റാൻഡേർഡ് നമ്മൾ HIV പോലുള്ള അസുഖങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെ തുടങ്ങിയ അതുമായി സമ്പർക്കം വരുന്ന ജീവനക്കാരുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പാലിക്കേണ്ട റെഗുലേഷൻ റൂൾസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. ബ്രീഫായിട്ട് പറഞ്ഞത് എക്സ്പ്ലനേഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. യെസ്. അപ്പൊ 3 ആക്ടുകളും നിർബന്ധമായിട്ടും ഓർക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. RCRയുടെ എക്സ്പാൻഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് പഠിക്കണം കേട്ടോ. റിസോഴ്സ് കൺസർവേഷൻ ആണ് റിക്കവറി ആക്ട്. ക്ലിയർ? അപ്പൊ ആദ്യത്തെ റെഗുലേഷൻസ് ആണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഉൾപ്പെടുന്നതാണ് 3 എക്സാമ്പിൾസുകൾ. അതിന്റെ പേരുകൾ ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അതായത് നമ്മുടെ ഇതേപോലെ തന്നെ ഈ ഫ്രെയിം വർക്സിൽ വരുന്ന മറ്റൊരു ഏജൻസി ആണ് എന്താ? EPA ഗൈഡ് ലൈൻസ് അഥവാ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. എന്താണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നത്? The EPA provide instructions for the management and disposal of dangerous waste, including spillage waste. Hospital must abide by these guidelines to keep away from fines and penalties. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ഗൈഡ് ലൈൻ പ്രകാരമാണ് നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റുകളും അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റസുകളും അവരുടെ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നേരിടേണ്ടി വരും? ഫൈൻസോ പെനാലിറ്റീസോ അടക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ? ഓക്കെ, അതായത് EPAയുടെ ഗൈഡ് ലൈൻസ് അല്ലെ, EPA പറയുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റി. അപ്പൊ അവര് പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമായിരിക്കും നമ്മൾ അതൊക്കെ പാലിച്ചിരിക്കേണ്ടതുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ അത് പാലിക്കാതെ വരുന്ന പക്ഷം എന്താണ്? ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് നമുക്കത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അത് കംപ്ലൈന്റ് ചെയ്ത് പാലിച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫൈൻസും പെനാൽറ്റീസ് ഒക്കെ അടക്കേണ്ടതായിട്ട് വരും ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ വലിയൊരു ലയബിലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയാണ്. ഓക്കെ, മനസ്സിലായോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി എന്താണെന്ന്? അതിന്റെ എക്സ്പാൻഷൻ പഠിക്കുക കേട്ടോ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA സ്റ്റാൻഡ് ഫോർ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പഠിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. State and local permits. Hospital must get permit from state and local authorities to handle and dispose of unsafe waste, including spillage waste. Okay, നമുക്ക് ഇങ്ങനെയൊന്നും വേസ്റ്റസ് ഉള്ള ഹോസ്പിറ്റൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റേറ്റ് ലോക്കൽ പെർമിറ്റ്സുകൾ ആവശ്യമാണ്. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുമതി അല്ലെ? സംസ്ഥാന ലോക്കൽ പെർമിറ്റ്സുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകളും അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റസുകളും സ്പില്ലേജ് വേസ്റ്റസുകളും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് പെർമിറ്റ്സ് ആവശ്യമാണ്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസുകളുടെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അവരുടെ ആ ഒരു പെർമിറ്റ്സ് അനുമതി പ്രകാരമേ നമുക്ക് ഈ വേസ്റ്റസുകള് എന്താണ് അവരുടെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളൂ. ഓക്കെ, അത് പാലിക്കാതിരുന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്നതായിട്ട് വരാം. ഓക്കെ, നിർബന്ധമായിട്ടും അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സുകൾ നമുക്ക് ആവശ്യമാണ് കേട്ടോ, അനുമതി കേട്ടോ. മനസ്സിലായോ? Yes, next one, training and certification. Training and certification. Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with regulations. Okay. Training and certification. നമുക്ക് ആർക്കാണ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് കൊടുക്കേണ്ടത്? ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ തുറക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ആരും വാർന്നു കിട്ടണം.
ഓക്കെ, പേജ് നമ്പർ 87. എന്താണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇപ്പോഴാണോ കേട്ടത് ക്ലാസ്സില്? സലീന, ക്ലാസ് കഴിയാറായല്ലോ. ഓക്കെ, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ത് പറ്റി മൈക്ക് ചെയ്ത്? ക്ലാസ് കഴിയാറായോ? Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with regulations. Okay, okay, ശരി. അപ്പോ നമ്മള് ഇത് കൈകാര്യം ചെയ്യുന്ന വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാത്തരം എഡ്യൂക്കേഷൻസും ട്രെയിനിങ്ങും നേടിയവരായിരിക്കും. അതായത് വേസ്റ്റ് മാനേജ്മെന്റിൽ അവർക്ക് സർട്ടിഫിക്കേഷൻ നേടിയ വ്യക്തികളായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെ? അത് നിർബന്ധമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട രീതിയിൽ ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ മറ്റു ട്രെയിനിങ്സ് ഒക്കെ അല്ലെങ്കിൽ അപ്ഡേഷൻ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്സും പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ എഫക്റ്റീവ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗസ്ഥരെയും നമ്മൾ പ്രാപ്തരാക്കുന്നത്. അതിനാൽ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ മികച്ച രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് നേടിയ വ്യക്തികളായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ആ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടുള്ള നമ്മൾ പല ടൈപ്സ് വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ലോകത്തിൽ പല രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതിൽ പൂർണ്ണമായും സർട്ടിഫിക്കേഷൻ നേടിയ വ്യക്തികളായിരിക്കണം, അതായത് എല്ലാ നടപടിക്രമങ്ങളും പരിശീലനങ്ങളും ഒക്കെ കിട്ടിയ ലഭിച്ച വ്യക്തികളായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? Then record keeping. Hospital must keep records of spillage waste management activities that includes documentation of spills, handling and disposal procedure, and any follow-up actions already taken. ഇനി റെക്കോർഡ് കീപ്പിംഗ് അല്ലെ? റെക്കോർഡ് കീപ്പിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഹോസ്പിറ്റലിൽ ഏത് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് വേസ്റ്റസുകൾ ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് അവരെല്ലാ പ്രൊസീജിയേഴ്സും ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ഒരു കറക്റ്റ് ഇൻഫോർമേഷൻസ് ആണ് ആ ഡോക്യുമെന്റ്സിൽ, ആ റിപ്പോർട്ട്സിലുള്ളത്, ഇൻസിഡന്റ് ഫോംസിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് സ്കില്ലാണ്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് അവിടെ ഉപയോഗിച്ചു, ഏതൊക്കെ ഫോളോ അപ്പ് ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ റെക്കോർഡ്സുകൾ നിരന്തരമായിട്ട് കീപ്പ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി, EPA മുതലായിട്ടുള്ള ഏജൻസീസ് ഒക്കെ എന്താണ്, ഇത് പല രീതിയിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാറുണ്ട്. അപ്പൊ ആ സമയത്ത് അവർ ആദ്യം ഇൻസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന റെക്കോർഡ്സുകളാണ്, അല്ലെ? ഈ ഇൻസിഡന്റ് ഫോംസുകളാണ്. അപ്പൊ അത് പൂർണ്ണമായ രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് തയ്യാറാക്കി ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ എന്താണ്, ഏത് മെത്തേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ റെക്കോർഡ്സിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്താലും അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ് നിർബന്ധമായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കും കേട്ടോ. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഇൻസ്പെക്ഷൻസ് ആണ്. ഇൻസ്പെക്ഷൻ. Regulatory agencies oversee inspection of the hospital to ensure compliance with the dangerous waste management regulations. Hospital must be ready for these inspections and have a plan in place to rectify an insufficiency identified during the inspection. ഇനി നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പൊ റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം എന്താണ്, പല രീതിയിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റെഗുലേറ്ററി ഏജൻസീസും എന്താണ്, ഹോസ്പിറ്റൽ ഓവർസീ ചെയ്യാറുണ്ട്, അല്ലെ? അതായത് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ അതൊക്കെ പാലിക്കുന്നുണ്ടോ, അതേ പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നത്, റൂൾസുകൾ ഏതെങ്കിലുമൊക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആര് ഓവർസീ ചെയ്തിരിക്കും, റെഗുലേറ്ററി ഏജൻസീസുകൾ അത് കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ആ ഒരു സമയത്ത് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ നമ്മളത് പാലിച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ നിരന്തരമായിട്ടൊരു ഇൻസ്പെക്ഷൻ എപ്പോ വേണമെങ്കിലും സർപ്രൈസ് ആയിട്ട് വരുന്ന ചിലപ്പോൾ എന്താണ്, ഇൻസ്പെക്ഷൻസ് ഉണ്ടായെന്ന് വരാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, പെനാലിറ്റീസ്. പെനാലിറ്റീസ് എന്താണ്, പെനാലിറ്റീസ് പിഴ, അല്ലെ?
Penalties for non-compliance: hospitals that fail to abide by dangerous waste management regulations may have to face fines, penalties, and legal actions. അതായത് ഈ പറഞ്ഞ റെഗുലേറ്ററി ഏജൻസീസ് പറഞ്ഞിരിക്കുന്ന ആ ഡയറക്ഷൻസ് ഒന്നും പാലിക്കാതെയാണ് വേസ്റ്റസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഫൈൻസും പെനാൽറ്റീസും അതുമായി ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻസ് ഒക്കെ ഹോസ്പിറ്റലിന് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊന്ന് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓൾറെഡി നമ്മൾ എന്താണ്, അതിനാണ് ഈ ചട്ടക്കൂടലിൽ ഫ്രെയിം വർക്ക്സുകൾ തയ്യാറാക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങൾ പ്രകാരം നമ്മൾ ആ വേസ്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് യാതൊരു വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിയമങ്ങളും ഈ നിയമാവലികളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അത് പാലിക്കാത്ത പക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഫൈൻസുകൾ അടയ്ക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് അല്ലെ. ഫൈൻ ആണെങ്കിൽ പിഴ അടയ്ക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നത്, മറ്റ് ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് അത് പോകുന്നത്. ഓക്കെ, യെസ്. Compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. Hospital must be up to date on regulations and guidelines, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspection. അപ്പോ നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമാവലികളും എല്ലാ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സിൽ നിർബന്ധമായിട്ട് അത് പാലിക്കേണ്ടതുണ്ട് അല്ലെ. അത് എൻവയോൺമെന്റിലും പേഷ്യൻസിനെ ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളത് പാലിക്കുക. അപ്പൊ അതങ്ങനെ പാലിക്കുകയാണെങ്കിൽ എന്താണ്, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ തടയാനായിട്ട് സാധിക്കും. മാത്രമല്ല ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ EPI ഒക്കെ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ പെർമിറ്റ്സുകൾ കൃത്യമായിട്ട് എല്ലാ അനുമതികളോടും കൂടി തന്നെയായിരുന്നു നമ്മൾ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. അത് നമ്മൾ ഏതുതരം പ്രൊസീജിയർ, ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. എപ്പോ വേണമെങ്കിലും ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പൊ ഇവിടെ പറയേണ്ടത് എന്താണ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്രെയിംവർക്സ് അനുസരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വ്യക്തമായ രീതിയിൽ സ്പില്ലേജസുകളും ഡേഞ്ചറസ് വേസ്റ്റസുകളും ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ വേണമെങ്കിലും ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമാവലികളും നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യം കേട്ടോ. യെസ്, ആ ഭാഗം ഒന്നുകൂടി നോക്കണം കേട്ടോ. ഇത് ക്ലാസ്സിൽ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് മാത്രമാണ് കേട്ടോ. ഈ റെഗുലേഷൻ ആക്ടുകളുടെ പേര് 3 പഠിക്കുക. ഇത് മാത്രമേ ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളൂ ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഡേഞ്ചറസ് വേസ്റ്റും സ്പില്ലേജ് വേസ്റ്റും എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് പ്രകാരമുള്ള ആക്ടുകളാണ് ഈ RCRA, OSH. ഇതിലൊക്കെ പറയുന്ന എന്താണ്, ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം. അല്ലെങ്കിൽ റിസോഴ്സ് കൺസർവ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ജീവനക്കാരുടെ ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ബ്ലഡ് ബോൺ പതോജൻസുമായി ഇടപെടുന്ന ജീവനക്കാരുണ്ടാവും അല്ലെ, അത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അത് അനുസരിക്കാൻ വേണ്ടി നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ റൂൾസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് എന്നൊക്കെ പറയാം. അപ്പൊ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ് ഈ ആക്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇത് നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പാലിക്കാത്ത പക്ഷമാണ് നമുക്ക് ലീഗൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നേരിടേണ്ടി വരുന്നതും ഫൈൻസും പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ബിന്ദുജയാണോ? യെസ്. ഓക്കെ, ബാക്കി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, സിമ്പിൾ ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. താങ്ക് യു. Have a nice day.